ശ്രീധുവിനെ പറ്റി പറയാനുള്ള ടാസ്ക് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരുന്നു. ശ്രീധുവിനെ കൊണ്ട് ഇതുവരെ തനിക്ക് യാതൊരു വിധത്തിലുള്ളൊരു വിഷമവും ഉണ്ടായിട്ടില്ല എന്ന് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു. മാത്രമല്ല എല്ലാത്തിലും മിടുക്കിയായി തന്നെയാണ് അവൾ ഉണ്ടായിരുന്നത്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാവരും നല്ലത് മാത്രമേ ശ്രീധുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ എന്നും അമ്മ പറഞ്ഞു. ഇതുവരെ അങ്ങനെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു മകളാണ് എന്നും അമ്മ എടുത്തു പറഞ്ഞു. ആരും അവളെ പറ്റി ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ശ്രീധു. അവൾക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിന് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ശ്രീധുവിന് കാഴ്ചക്കുറവിൻ്റെ പ്രശ്നം പറഞ്ഞ് പണ്ട് ചിലർ കളിയാക്കിയ കാര്യങ്ങളെല്ലാം അമ്മ ഇതിനിടയ്ക്ക് പറഞ്ഞു. ശ്രീധുവിൻ്റെ ഒരു പപ്പിക്കുഞ്ഞു മരിച്ചപ്പോഴാണ് ശ്രീധു അമ്മയോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത്. ശ്രീധു ഷൂട്ടിംഗ് സെറ്റിലായതുകൊണ്ട് അമ്മ വൈകിയാണ് ഈ കാര്യം ശ്രീധുവിനോട് പറഞ്ഞത്. ആ സംഭവവും ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു. ശ്രീധു ബിഗ് ബോസിൽ വന്നതിന് ശേഷമായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ വന്നത്. ആ സമയത്ത് ശ്രീധു എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് 2 സുഹൃത്തുക്കളുടെ അടുത്ത് അമ്മയ്ക്കുള്ള ഗിഫ്റ്റും കേക്കും എല്ലാം ഏൽപ്പിച്ചിരുന്നു. അത് തനിക്ക് വല്ലാത്തൊരു സർപ്രൈസായി പോയെന്നും മറക്കാൻ പറ്റില്ല എന്നും ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു. വേറെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ശ്രീധുവിനെ പറ്റി തനിക്ക് പറയാനില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ജിൻഡോയും ശ്രീധുവിൻ്റെ അമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്. ജിൻഡോയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. ശ്രീധു നല്ല കുട്ടിയാണ്, ഒരു പാവം കുട്ടിയാണ് എന്നാണ് ജിൻഡോയും അമ്മയോട് പറഞ്ഞത്. ഗെയിം കുറച്ചുകൂടി ആക്റ്റീവായി കളിക്കണം, അതിനുവേണ്ടി താൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാറുണ്ടായിരുന്നു എന്നെല്ലാം ജിൻഡോ പറഞ്ഞു. ഗെയിം കളിക്കുമ്പോൾ ആ സ്പിരിറ്റിൽ തന്നെ കളിക്കണമെന്ന് ശ്രീധുവിൻ്റെ അമ്മയും ജിൻഡോയോട് പറയുന്നുണ്ട്. ക്യൂട്ട് ഗേൾ എന്ന ഇമേജ് ഇട്ട് മത്സരാർത്ഥികളെല്ലാവരും കൂടെ മാറ്റി നിർത്തിയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ശ്രീധു. എന്നാൽ അതെല്ലാം ഒരു സൈഡിൽ വെച്ച് ആക്റ്റീവായി ഗെയിം കളിക്കാനാണ് അമ്മ ശ്രീധുവിനോട് പറഞ്ഞത്.